ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ നിയമനം തടസ്സപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരുണ്ട്. അവരുടെ ആ പ്രശ്നം കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അവർക്ക് പലർക്കും ശമ്പളം കിട്ടുന്നില്ല, അവരുടെ നിയമനം അംഗീകരിച്ച് കിട്ടുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങളിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാളും ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റുമായിട്ടൊരു സംഭാഷണത്തിൻ്റെ പാതയാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചത്. NSS കൃത്യമായിട്ട് തന്നെ അവർ സുപ്രീം കോടതിയിൽ പോയി അവരനുകൂല വിധി സമ്പാദിച്ചു. ആ അനുകൂല വിധി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒഴിവുകൾ ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കിയുള്ള നിയമനങ്ങൾ അംഗീകരിക്കുകയാണ്. വളരെ ലോജിക്കലായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിധിയാണ് അവർ നേടിയത്. അതിനുശേഷം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും ഹൈക്കോടതിയിൽ പോയി സമാനമായ ഒരു വിധി നേടുകയുണ്ടായി. പക്ഷേ ഗവൺമെൻറ് NSSൻ്റെ നിയമനങ്ങൾ മാത്രം അംഗീകരിച്ചു കൊടുത്തു. അതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, കാരണം അത് തത്വത്തിൽ അവരത് അംഗീകരിച്ചു. പക്ഷേ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെയും മറ്റ് മാനേജ്മെൻറ്റുകളുടെയും സമാന സ്വഭാവത്തിലുള്ള നിയമനങ്ങൾ അവർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ ചില കാരണങ്ങൾ, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടകരം. ഞങ്ങളും സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ്റിന് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന അത്രയും നിയമനങ്ങൾ ഞങ്ങൾ ഒഴിച്ചിടാം, ബാക്കിയുള്ളത് നിങ്ങളൊന്ന് അംഗീകരിച്ച് തന്നാൽ മതി എന്ന് ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ ധ്വനി ക്രൈസ്തവ മാനേജ്മെൻറ്റുകളൊന്നും അങ്ങനെ സത്യവാങ്മൂലമൊന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾ ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതുപോലെ ഭിന്നശേഷി നിയമനത്തിന് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ എതിര് നിൽക്കുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭവനങ്ങൾ തുറന്നതും ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമെല്ലാം ക്രൈസ്തവ സഭകളുടേതാണ്. അപ്പോൾ അവരോട് നമ്മൾ ഒരു വേർവ്യത്യാസം കാണിക്കുന്നു, അവർക്ക് അവരുടെ ഒരു നിയമനം വരുമ്പോൾ നമ്മൾ തടസ്സം നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന് ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അത് ബഹുമാനീയനായ മന്ത്രി തിരുത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഭിന്നശേഷി വിഭാഗത്തിന് നിയമനം കൊടുക്കുന്നതിന് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ എതിര് നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, പല പ്രാവശ്യം മന്ത്രിമാരോടും അതുപോലെ ഉദ്യോഗസ്ഥരോടും എല്ലാം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവർക്കുള്ളത് ഒഴിച്ചിടാം, പക്ഷേ നിയമനം നടത്തേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ് ഈ ഉദ്യോഗാർത്ഥികളെ തരേണ്ടത്. അവർ തരുന്നില്ല. ഇപ്പോൾ 2022 വരെയുള്ള ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകളിൽ പോലും നിയമനം നടന്നിട്ടില്ല. അപ്പോൾ ഇവർ ആൾക്കാരെ തരത്തുമില്ല, നിയമനം നടത്തത്തുമില്ല. അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് മറ്റുള്ള അധ്യാപകരെ തടസ്സപ്പെടുത്തുകയാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇത് ഒരു വിവേചനമാണെന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ഒരു വിഭാഗത്തോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് വലിയ വിവേചനമാണെന്ന് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒക്ടോബറിൽ നിയമനങ്ങൾ നടക്കുമെന്നുള്ളതാണ്, ആദ്യഘട്ട നിയമനങ്ങൾ ഒക്ടോബറിൽ നടക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഭിന്നശേഷി നിയമനങ്ങൾ നടക്കും, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള അതിനനുസൃതമായിട്ട് ഉള്ള നിയമനങ്ങൾ അംഗീകരിച്ച് തരും എന്നാണ് പറയുന്നത്. അപ്പോഴും ആയിരക്കണക്കിന് അധ്യാപകർ, കാരണം ഇവിടെ നിയമനം നടക്കുന്നതിനനുസരിച്ച് മാത്രമേ മറ്റേത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആയിരക്കണക്കിന് അധ്യാപകർ ഇപ്പോഴും വേതനമില്ലാതെ ജോലി ചെയ്യുന്നു, അവർ കഷ്ടപ്പാടിലാണ്. നമ്മൾ പറഞ്ഞ ഇതാണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നിയമനങ്ങൾ ഒഴിച്ചിടാം, എന്നിട്ട് ബാക്കിയുള്ള നിലവിലുള്ളത്, കാരണം ഈ കുഞ്ഞുങ്ങൾ പഠിക്കണ്ടേ, അവരെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകർ വേണ്ടേ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്തതാണ്. ഇപ്പോൾ NSSന് കൊടുത്ത അതേ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകൾക്ക് ഇത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മറ്റെല്ലാ മാനേജ്മെൻറ്റുകൾക്കും നേടിത്തരണം എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മുടെ കുട്ടികളും സ്കൂളിൽ പിള്ളേർ വന്നിരിക്കുന്നു, അവർക്ക് ശമ്പളം കിട്ടാത്ത അധ്യാപകർ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വിഷയം ഇന്ന് നിയമസഭയിലും ചർച്ചയായിട്ടുണ്ട്. നിയമസഭയിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കുകയുണ്ടായി. പക്ഷേ അതിനകത്ത് അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ മന്ത്രിസഭയുടെ കാലത്ത് ഒത്തിരി നിയമനങ്ങൾ നടത്തി, നല്ല കാര്യം. നമ്മളതല്ലല്ലോ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഈ ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ തടസ്സപ്പെട്ടിരിക്കുന്ന നിയമനങ്ങൾ നടത്താനായിട്ട് ഗവൺമെൻറ് തയ്യാറാവണം. അതിലൂടെ ഗവൺമെൻറ് സ്വന്തം പൗരന്മാരെയാണ് സഹായിക്കുന്നത്. കാരണം എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നത് ആരാണ്? ഈ ഗവൺമെൻറ് തന്നെ പഠിപ്പിക്കേണ്ട കുട്ടികളല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. 53% എയ്ഡഡ് സ്കൂളുകളാണ്, അതിൽ കുറവാണ് ഗവൺമെൻറ് സ്കൂളുകൾ. അപ്പോൾ ഈ നാട്ടിലെ സാധാരണ പൗരന്മാരെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ സൗകര്യങ്ങൾ വേണമെന്ന് ഗവൺമെൻറ്റിന് നിർബന്ധം വേണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി മന്ത്രിയോട് ഈ ആവശ്യം ഉന്നയിക്കാൻ
നിലവിൽ പദ്ധതിയുണ്ടോ? ഞങ്ങൾ പല പ്രാവശ്യം KCBC തലത്തിലും സീറോ മലബാർ സഭയുടെ തലത്തിലും എല്ലാം, അതുപോലെ വിവിധ മാനേജ്മെൻറ്റുകൾ അവരുടെ തലത്തിലും എല്ലാം ഇവർക്കെല്ലാം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിയമനങ്ങളും ഒഴിച്ചിടാം. പക്ഷേ എന്തുകൊണ്ടോ അവരതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. സമരങ്ങൾ ധാരാളമായിട്ട് നടത്തി, പക്ഷേ എന്നിട്ടും ആ സമരങ്ങളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. NSSന് ലഭിച്ച പരിഗണന ഇനിയുള്ള സമയങ്ങളിലെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് ലഭിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ഒരുപോലെയുള്ള ഒരു പരിഗണന ലഭിക്കണം. സുപ്രീം കോടതി അതിനെതിരല്ല. അദ്ദേഹം പറയുന്ന രീതിയിൽ സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതി പറയുന്നത് രാജ്യത്തെ എല്ലായിടത്തും ബാധകമാകുന്ന ഒരു നിയമമല്ലേ. അപ്പോൾ സുപ്രീം കോടതിയുടെ മൈൻഡ് അതല്ല. നിയമസഭയിലും അത് തന്നെയാണ് ആവർത്തിച്ചത്. തീർച്ചയായിട്ടും നിയമസഭയിലും അദ്ദേഹവും പറഞ്ഞതും എല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ നിലപാട് വേറൊരു രീതിയിൽ ഇന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. താങ്ക് യു.